നമസ്കാരം. അഭിലാഷ് വാണിശ്ശേരി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ രണ്ടാം ഘട്ടം ഏപ്രിൽ 26-ാം തീയതി കേരളത്തിലെ ആകെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് രണ്ടാം ഘട്ടത്തിൽ തന്നെ ഈ ഇലക്ഷൻ പ്രക്രിയ പൂർത്തിയായി. 20 ലോക്സഭാ മണ്ഡലങ്ങളും അതിവാശിയേറിയ മത്സരമായിരുന്നു കാണുന്നത്. പല സ്ഥാനാർത്ഥികളും പല മുന്നണികളും പല അവകാശവാദങ്ങളും ഇലക്ഷന് ശേഷം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ വാർത്തകളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ അത് കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞതാണ്. UDF പറയുന്നത് 20-20 ഇപ്രാവശ്യം 20-20. LDFിന്റെ അവസാനഘട്ട ബൂത്തുതല കണക്കുകളൊക്കെ വരുമ്പോൾ അവർ പറയുന്നത് 6 മണ്ഡലങ്ങൾ ഉറപ്പിക്കുന്നു, LDF ജയിക്കുമെന്ന് പക്ക ജയിക്കുമെന്ന് ഉറപ്പിക്കുന്നു. അതുപോലെ അവരുടെ വിജയം 12 സീറ്റിലേക്ക് വരെ മാക്സിമം എത്തിയേക്കാം. അതായത് 6 മുതൽ 12 വരെ LDF വിജയിച്ചേക്കാം എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ 6 എണ്ണം ഷുവർ പക്കയാണ്. UDF പറയുന്നത് 15 സീറ്റ് പക്ക, 15 സീറ്റിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നു വിജയിക്കുമെന്ന്. അതല്ല 15-നപ്പുറം ഈ സർക്കാരിനെതിരായ ഒരു ജനരോക്ഷം ഉണ്ടാവുകയും അതൊരു ആന്റി ഇൻകംബൻസി ആയി ഒരു നിശബ്ദ തരംഗമായിട്ട് രൂപപ്പെട്ട് അങ്ങനെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും UDF വിജയിക്കുമെന്നും ഇപ്രാവശ്യം ഇത്തവണ 20-20 എന്നുള്ള മുദ്രാവാക്യവുമാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് അതിന്റെ ശരിയായ നിലകളിലുള്ള ഒരു വിശകലനമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പലർക്കും പല അഭിപ്രായങ്ങളും കണ്ടേക്കാമെങ്കിലും ഞാൻ നമ്മുടെ മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെയും പത്രമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെയൊക്കെ വന്ന വാർത്തകൾ ക്രോഡീകരിച്ച് ചെയ്യുന്ന ഒരു വിശകലനവും അഭിപ്രായവുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്തായാലും 2019-നേക്കാൾ കേരളത്തിലെ പോളിംഗ് ശതമാനം വൻതോതിൽ ഇടിഞ്ഞു എന്ന് നമുക്കറിയാം. 2019-ൽ പോളിംഗ് ശതമാനം 77.84 ആയിരുന്നുവെങ്കിൽ 2024-ലേക്ക് എത്തുമ്പോൾ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞു 71.16% ഏറ്റവും അവസാനം രേഖപ്പെടുത്തിയ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന കണക്ക്. അതായത് ഏകദേശം ഒരു 6% ഒരു ഇടിവ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇത് ആർക്ക് അനുകൂലമാകും, ഏത് മുന്നണിക്ക് അനുകൂലമാകും, ഏത് മുന്നണിക്ക് അത് പ്രതികൂലമാകും എന്നൊക്കെ കൃത്യമായി അറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ ജൂൺ 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു 10 മണ്ഡലങ്ങളുടെ ഭാഗം ഒരു വീഡിയോയും അതിനുശേഷം വരുന്ന 10 മണ്ഡലങ്ങൾ മറ്റൊരു വീഡിയോയും ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള 10 മണ്ഡലങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ മുമ്പോട്ട് കാണുന്നതിന് മുമ്പായി ദയവായി നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കടന്നു വരുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആൾ എന്നാക്കിയാൽ ഞാനിടുന്ന വെറൈറ്റി ആയ കണ്ടന്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്റെ ചാനലിനകത്തൂടെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും വരും, അത് നിങ്ങൾക്ക് കാണാം. ധാരാളം ഷോർട്സുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വിശദമായി. ആദ്യമായിട്ട് കാസർഗോഡ് മണ്ഡലം. നമുക്കറിയാം, കാസർഗോഡ് മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് മണ്ഡലം പരമ്പരാഗതമായി തിരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും കൂടുതലും LDF വിജയിക്കുന്ന, അല്ലെങ്കിൽ LDFന് വളരെയേറെ പ്രാമുഖ്യമുള്ള ശക്തിയുള്ള ഒരു സീറ്റ് തന്നെയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിന്റെ അവിടെ UDFനും മോശമല്ലാത്ത വോട്ട് ബാങ്ക് ഉണ്ട്, UDFന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിന്റെ വടക്കൻ ഭാഗം 3 അസംബ്ലി മണ്ഡലങ്ങൾ, അതായത് ഉദുമ, കാസർഗോഡ്, അതുപോലെ തന്നെ മഞ്ചേശ്വരം, ഇവിടങ്ങളിൽ UDFന്, അതായത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വ്യക്തമായ ശക്തിയുള്ള മണ്ഡലങ്ങളാണ് ഈ പറഞ്ഞത്. അവിടെ പക്ഷേ LDF 3-ാം സ്ഥാനത്താണ്. പ്രത്യേകിച്ച് മഞ്ചേശ്വരം, കാസർഗോഡൊക്കെ. അവിടെ 2-ാം സ്ഥാനം എന്ന് പറയുന്നത് BJP ആണ്. പക്ഷേ കാസർഗോഡ് മണ്ഡലത്തിന്റെ മറ്റ് 3 മണ്ഡലങ്ങൾ തൃക്കരിപ്പൂർ, പയ്യന്നൂർ, അതുപോലെ കല്യാശ്ശേരി. ഇതിലെ പയ്യന്നൂരും കല്യാശ്ശേരി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അത് CPM-ന് മൃഗീയമായ ഭൂരിപക്ഷമുള്ള 3 മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചവർ വ്യക്തമായ കാരണങ്ങൾ അതിനുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു. അതുപോലെ തന്നെ ശബരിമല വിഷയമായിരുന്നു 2019-ലെ ഏറ്റവും ഹൈലൈറ്റ്സ്. UDFന് 19-1 എന്ന് വിജയിക്കാനുള്ള ഏറ്റവും മുഖ്യമായ കാരണം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ശബരിമല ഇഷ്യൂ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നുള്ള ആ ഒരു ഓളമൊക്കെ. എന്തായാലും കഴിഞ്ഞ വർഷം 2019 വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു MP എന്ന നിലയിൽ വ്യക്തമായ സാന്നിധ്യം അദ്ദേഹം അവിടെ അറിയിക്കുകയും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ പങ്കാളിയാവുകയും ഒരു MP-യെ മണ്ഡലത്തിൽ കാണാനുണ്ട് എന്ന് ജനങ്ങൾ തന്നെ പറയുന്ന നമ്മൾ വാർത്തകളിലൂടെയൊക്കെ അത് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു നിറ സാന്നിധ്യമായി കാസർഗോഡ് നിറഞ്ഞിരുന്ന ഉണ്ണിച്ചൻ, അവിടുത്തെ ഭാഷയിൽ അവിടെ സ്ലാങ്ങിൽ പോയിരിക്കുന്ന ഉണ്ണിച്ചൻ എന്ന ഉണ്ണിത്താനെ വിളിക്കുന്ന ഒരു രീതിയിലേക്ക് വരെ വ്യക്തിബന്ധങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ്. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ മുഖ്യ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് CPM-ന്റെ MV ബാലകൃഷ്ണൻ. അദ്ദേഹം നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്
ML അശ്വനിയാണ്. അപ്പോൾ 3 പേരും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ്. എങ്കിലും കാസർഗോഡ് മണ്ഡലത്തിലെ എന്റെ ഒരു കണക്കുകൂടൽ അനുസരിച്ച് അവിടെ ഈ പറയുന്ന പോലെ ജനങ്ങൾക്ക് കണ്ണിലുണ്ണിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വിജയിച്ചു വരും എന്നാണ് എന്റെ പ്രൊഡിക്ഷൻ. അടുത്തായിട്ട് നമുക്ക് കണ്ണൂർ മണ്ഡലത്തിലേക്ക് കടക്കാം. കണ്ണൂർ ഈ പറയുന്നത് പോലെ CPM-ന്റെ വളക്കൂറുള്ള CPM പാർട്ടി ഗ്രാമങ്ങൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ. പക്ഷേ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം പലപ്പോഴും ഏറിയ പങ്ക് വിജയിച്ചിട്ടുള്ളത് UDF ആണ്. പക്ഷേ ഈ നമ്മുടെ സുധാകരൻ KPCC പ്രസിഡന്റ് കൂടിയായ സുധാകരനാണ് മത്സരിക്കുന്നത്. MP ജയരാജനാണ് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് C രഘുനാഥാണ്. പ്രഗത്ഭരായ 3 സ്ഥാനാർത്ഥികളാണ്. അതിൽ MP ജയരാജൻ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് എന്ന പ്രതിപാദനമുണ്ട്. പൊതുവെ 3 ജയരാജന്മാരിൽ വളരെ മാന്യനായ ഒരു നേതാവാണ് ശ്രീ MP ജയരാജൻ എന്ന് പറയാൻ നമുക്ക് യാതൊരു രീതിയിൽ അഭിപ്രായവും ആ കാര്യത്തിലില്ല. പക്ഷേ ഈ K സുധാകരൻ ഈ പ്രാവശ്യം മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ പഴയ ഊർജ്ജസ്വലതയോടെയാണെന്ന് പറയാൻ പറ്റില്ല. അനാരോഗ്യം പുള്ളി വേട്ടയാടിയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. K സുധാകരനും MP ജയരാജനും ഒക്കെ വ്യക്തിപരമായി വോട്ട് നേടാൻ കഴിവും പ്രാപ്തിയുമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവിടെ ടൈറ്റ് മത്സരമാണ് നടന്നിട്ടുള്ളത്. അവിടെ ഈ പറയുന്നത് പോലെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഇരിക്കൂർ, പേരാവൂർ പോലുള്ള UDF-ന്റെ അതിശക്തമായ വോട്ടുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കണ്ണൂർ മണ്ഡലത്തെ ഈ പ്രാവശ്യത്തെ റിസൾട്ട് 50-50 ആയിട്ടാണ് വെക്കുന്നത്. ആർക്കും ജയിക്കാം അവിടെ. എന്നുവെച്ചാൽ BJP ജയിക്കത്തില്ല, BJP വളരെ പുറകോട്ടാണ്. പക്ഷെ LDF UDF എന്നുള്ള MP ജയരാജനും K സുധാകരനും ആർക്കും അവിടെ വിജയിക്കാം എന്നുള്ള ഇതിലാണ്. 50-50 പറയാനൊക്കത്തില്ല. 50 ജൂൺ 4-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ മാത്രമേ ഫൈനൽ ഡിസിഷൻ പറയുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് തൊട്ടടുത്ത മണ്ഡലമായ വടകരയെ കുറിച്ച് പറയുവാണെങ്കിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ ഗ്ലാമർ പോരാട്ടം നടന്നത് ഏത് മണ്ഡലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ പോലും പറയും അത് വടകരയാണ്. അത്രയ്ക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഓളം സൃഷ്ടിച്ച ഒരു മണ്ഡലമാണ് വടകര. വടകര നമുക്കറിയാം CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. CPM-ന്റെ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഭയങ്കര ചരിത്രങ്ങൾ കയറുന്ന ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു CPM-ന്റെ ഇടതുപക്ഷത്തിന്റെയൊക്കെ വളരെ ശക്തിവത്തായ ഒരു സ്ഥലമാണ് ഈ വടകര നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ 3 ടേമുകളായിട്ട് അവിടെ മറ്റു ഇഷ്യൂസ് ഒക്കെ കാരണം UDF ആണ് അവിടെ വിജയിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2 പ്രാവശ്യം വിജയിച്ചു. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം K മുരളീധരൻ സാക്ഷാൽ P ജയരാജനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ വിജയിച്ചു. ഈ പ്രാവശ്യം അവിടെ മത്സരിക്കുന്നത് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള കോൺഗ്രസിലെ യുവ നേതാവ് ഷാഫി പറമ്പിലും, ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ജനശ്രദ്ധ നേടിയ, ആഗോള ശ്രദ്ധ നേടിയ മുൻ മന്ത്രി KK ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ യുവമോർച്ചയുടെ നേതാവായിരുന്ന പ്രഫുൽ കൃഷ്ണ BJP എന്നീ 3 പേരാണ് അവിടെ പ്രധാന സ്ഥാനാർത്ഥികളായിട്ട് വടകരയിൽ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കുറിച്ചൊക്കെ ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. വളരെ ഓളമായിരുന്നു ഓരോരുത്തരും. എന്നുവെച്ചാൽ ഒരു ഗ്രൂപ്പ് ഒന്ന് കാണിക്കുമ്പോൾ മറു ഗ്രൂപ്പ് അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു ഇത്. പാട്ട് ഡാൻസ് ഇപ്പുറത്തെ ഗ്രൂപ്പ് കാണിച്ച് LDF കാണിച്ചു കഴിഞ്ഞാൽ UDF വരെ പാട്ട് ഡാൻസ് പ്രചാരണം, അങ്ങനെ ഭയങ്കര വെറൈറ്റികളും ഏറ്റവും കൂടുതൽ വിവാദങ്ങളും ഒക്കെ ഉണ്ടായ ഒരു മണ്ഡലമാണ് ഈ വടകര എന്ന് പറയുന്നത്. വടകരയുടെ ഒരു ഇലക്ഷൻ പ്രൊഡിക്ഷനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറയും അതൊരു 50-50 ചാൻസ് ആയിരുന്നു ആദ്യമൊക്കെ. അതിനുശേഷം അത് പ്രചാരണ കുടുംബത്തിൽ കൊണ്ട് മുന്നോട്ട് പോയി. അവസാന ഘട്ടത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് അത് പോയി. പക്ഷേ ആ വിവാദത്തിലെ ഒരു എഡ്ജ്, ഒരു ശകലം അഡ്വാൻറ്റേജ് ഷാഫി പറമ്പിലിന് തന്നെ കിട്ടിയിരിക്കാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാന നിമിഷം ഷാഫി പറമ്പിലിന് വ്യക്തമായ ഒരു എഡ്ജിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ ഷാഫി പറമ്പിൽ വിജയിച്ചു വരും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. പക്ഷേ ഈ നമ്മുടെ ശൈലജ ടീച്ചർ ഒട്ടും മോശമല്ലാത്ത സ്ഥാനാർത്ഥിയാണ്. വളരെ ജനപ്രീതിയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഇലക്ഷൻ റിസൾട്ട് മറിച്ചായാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും ഷാഫി പറമ്പിൽ അവിടെ വിജയിച്ചു വരും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അടുത്തായിട്ട് വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വയനാട്ടിന് വേണ്ടി നമുക്ക് സംസാരിച്ച് സമയങ്ങളായിട്ട് ആവശ്യമില്ല. അവിടെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ള ഒരു ചർച്ചകളും വാദപ്രതിവാദങ്ങളും മാത്രമേ ഉള്ളൂ. അത് LDF എല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ സുഹൃത്തുക്കളോടും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ആനി രാജ എന്ന് പറഞ്ഞ ദേശീയ നേതാവിനെ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ട് മത്സരിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. ആനി രാജയെ വിജയസാധ്യതയുള്ള ഏതെങ്കിലും സീറ്റിൽ മത്സരിപ്പിച്ച് ലോക്സഭയിൽ നിശ്ചയമായും വരേണ്ട വ്യക്തിയായിരുന്നു നമ്മുടെ ആനി രാജ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2019 4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധിയോട് വിജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടായേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ട്. ആനി രാജ കഴിഞ്ഞ വർഷത്തെ CPI സ്ഥാനാർത്ഥി പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എന്തായാലും പിടിക്കും. അവിടുത്തെ BJP സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനാണ്. പക്ഷെ ഒരു ഓളവും അവിടെ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ഇമ്പാക്ട് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ഇലക്ഷനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് സമയം കളയാനില്ല. അടുത്ത മണ്ഡലം കോഴിക്കോടാണ്.
കോഴിക്കോട് ഒരു ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലമാണ്. കോഴിക്കോട് CPM-ന് ഇടതുപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. പക്ഷെ UDF പാർലമെന്റ് ഇലക്ഷനുകൾ പലപ്പോഴും വിജയിച്ചു വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. മുരളീധരൻ അവിടുത്തെ MP ആയിട്ടുണ്ട്. MK രാഘവൻ തുടർച്ചയായിട്ട് 3 പ്രാവശ്യം അവിടെ വിജയിച്ചു വരുന്ന ആളാണ്. MK രാഘവനെ പറ്റി കോഴിക്കോടുകാർക്ക് നല്ല മതിപ്പാണ്, കോഴിക്കോട് മണ്ഡലത്തിലുള്ളവർക്ക് നല്ല മതിപ്പാണ്. രാഘവേട്ടൻ എന്നാണ് MK രാഘവൻ എന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് തന്നെ അവിടെയുള്ള മണ്ഡലത്തിലുള്ളവർ പറയുന്നത്. അവിടെ മത്സരിക്കുന്നത് MK രാഘവനും അതുപോലെ തന്നെ CPM-ന്റെ നേരത്തെ വ്യവസായ മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള എമമരം കരീമും എന്ന പഴയ CI2 നേതാവും, അതുപോലെ തന്നെ BJP-യിൽ നിന്നും ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് MD രമേശ് എന്ന 3 പ്രഗത്ഭർ തന്നെയാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. അവിടുത്തെ റിസൾട്ടിനെ കുറിച്ച് പലരും ടൈറ്റ് മത്സരമാണ് അവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് MK രാഘവൻ അവിടെ വിജയിച്ചു വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് MK രാഘവൻ അവിടെ മോശമല്ലാത്ത മെജോറിറ്റിയിലൂടെ വിജയിച്ചു വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത 2 മണ്ഡലം നമുക്ക് പ്രത്യേകിച്ച് സമയം കളയേണ്ട ഒരു ആവശ്യവുമില്ല. അത് മലപ്പുറവും പൊന്നാനിയുമാണ്. റിസൾട്ടിനെ കുറിച്ച് ആർക്കും വലിയ തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. മലപ്പുറത്ത് ഈസിയായി ലീഗ് വിജയിക്കും. പൊന്നാനിയിൽ കുറച്ച് ടൈറ്റ് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പൊന്നാനിയിൽ അവിടെ പഴയ ലീഗിന്റെ നേതാവായ KS ഹംസയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് പൊന്നാനിയിൽ ഒരു മത്സരമുണ്ട് എങ്കിലും സേഫായി തന്നെ അവിടെ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് പാലക്കാട് മണ്ഡലമാണ്. പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട് വളരെ ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. CPM-ന്റെ അവരുടെ പ്രൊഡിക്ഷൻ, അവരുടെ വിലയിരുത്തൽ പറയുന്നത് പിടിച്ചെടുക്കുന്ന 6 മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യം UDF വിജയിച്ച ഇപ്രാവശ്യം UDF-ൽ നിന്ന് ഉറപ്പായും പിടിച്ചെടുക്കുമെന്ന് പറയുന്ന 6 മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഒരു മണ്ഡലമാണ് പാലക്കാട്. CPM-ന്റെ കണക്കൂട്ടലനുസരിച്ച്. UDF-ന്റെ കണക്കൂട്ടലനുസരിച്ച് UDF അത് ഏത് വിധേനയും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാലും അത് നിലനിർത്തും എന്ന ഒരു പറയുന്ന അവരുടെ 15 സീറ്റിലെ അകത്ത് വരുന്ന ഒരു മണ്ഡലമാണ് ഈ പാലക്കാട്. അതിനവർക്ക് പറയുന്ന വ്യക്തമായ കാരണങ്ങളുണ്ട്. VK ശ്രീകണ്ഠൻ എന്ന വ്യക്തി തന്നെയാണ് അത് അവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് MP ആയതിനു ശേഷം അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വളരെ സൗമ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് VK ശ്രീകണ്ഠൻ. അതുപോലെ തന്നെ BJP-ക്ക് വളരെ ശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. BJP-യുടെ C കൃഷ്ണകുമാർ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ആളാണ്. ഒരുപാട് വോട്ട് ഷെയറോടെ പിടിച്ച ആളാണ്. എന്തായാലും വളരെ മികച്ചൊരു മത്സരമായിരിക്കും. 50-50 സാധ്യതയാണ് പാലക്കാട് ഞാനും കൊടുക്കുന്നത്. 50-50 സാധ്യത എന്നൊരു അല്പം എഡ്ജ് ഞാൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും VK ശ്രീകണ്ഠനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ചില കാരണങ്ങളാണ് ഞാനത് ഉറപ്പിക്കുന്നത്. അടുത്തയായിട്ട് ആലത്തൂർ മണ്ഡലമാണ്. ആലത്തൂർ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം രമ്യ ഹരിദാസ് പാട്ടുപാടി വിജയിച്ച മണ്ഡലം. CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ് സത്യത്തിൽ ഈ ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ചേലക്കരയിൽ നിന്ന് വിജയിച്ച ആളാണ് മുൻ മന്ത്രി കൂടിയായ K രാധാകൃഷ്ണൻ. വളരെ പ്രതിച്ഛായുള്ള ഒരു നേതാവാണ്. CPM-ന്റെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ CPM-ന്റെ ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രതിച്ഛായ ആരാണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഞാൻ പറയത്തുള്ളത് മുൻ മന്ത്രി K രാധാകൃഷ്ണൻ തന്നെയായിരിക്കും. രമ്യ ഹരിദാസ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പ്രത്യേക സാഹചര്യങ്ങളിലും അനുകൂല സാഹചര്യങ്ങൾ മുതലാക്കി അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസ് ഈ പ്രാവശ്യം അവിടുത്തെ പ്രൊഡിക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ LDF വിജയിച്ചു വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ മാർജിനോടെ, മെജോറിറ്റിയോടെ, വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മന്ത്രി K രാധാകൃഷ്ണൻ തന്നെ, മുൻ മന്ത്രി K രാധാകൃഷ്ണൻ രമ്യ ഹരിദാസിനെ തോൽപ്പിച്ച് അവിടെ വിജയിച്ചു വരും എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അടുത്താണ് നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. വടകരയിൽ ഗ്ലാമർ പോരാട്ടമാണെങ്കിൽ അടുത്ത ഈ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന 2ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ആ തൃശ്ശൂർ ശ്രദ്ധിക്കപ്പെടാൻ കാരണം അത് പ്രധാനമന്ത്രി മോദിജിയുടെ വ്യക്തമായ പ്ലാനിനകത്തുള്ള ഒരു മണ്ഡലമാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇപ്പോഴത്തെ BJP-യുടെ വലിയ നേതാവ്, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയാണ്. ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ നേതാവായിട്ട് വളർന്നു വരുന്ന ഒരാളാണ് സുരേഷ് ഗോപി. ഈ പ്രാവശ്യം മത്സരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്, തൃശ്ശൂർ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള നിലയിലാണ്. അതിനുള്ള വളരെ കാടിളക്കിയുള്ള പ്രചരണമാണ് BJP-യുടെ. അതായത് LDF-ഉം UDF-ഉം BJP-യും ഒരു അണുവിട വിട്ടുകൊടുക്കാതെ യഥാർത്ഥ ത്രികോണ മത്സരം നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ തൃശ്ശൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തൃശ്ശൂരിലെ K മുരളീധരൻ, നമുക്കറിയാം K മുരളീധരൻ വടകരയിൽ നിന്ന് മാറി തൃശ്ശൂരിലേക്ക് K മുരളീധരനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. K മുരളീധരനും അവിടെ കൃത്യമായ വോട്ട് പോക്കറ്റുകളുണ്ട്. K മുരളീധരന്റെ തട്ടകമാണ് ഈ K കരുണാകരന്റെ K മുരളീധരന്റെ തട്ടകമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അങ്ങനെ തൃശ്ശൂർ മണ്ഡലത്തിൽ K മുരളീധരൻ വ്യക്തിപരമായി വോട്ട് പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം തോറ്റതിന് ശേഷം ആ മണ്ഡലത്തിൽ ഉറച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടൽ ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് സുനിൽകുമാറിനെ കൂടെ പറയണം. സുനിൽകുമാർ എന്ന നേതാവ് വളരെ സൗമ്യനായ വളരെ പ്രതിച്ഛായുള്ള ഒരു നേതാവാണ് CPI-യിലെ ശ്രീ സുനിൽകുമാർ. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ, എൻ്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച്
അവിടെ സുനിൽകുമാർ വിജയിച്ചു വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ സീറ്റ് LDF കൊണ്ടുപോകും. ഇവിടെ സുനിൽകുമാർ ഇനി മറ്റടിയൊഴുക്കുകളോ ഈ സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി എന്ന സർക്കാർ വിരുദ്ധ വികാരമോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും സുനിൽകുമാർ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുനിൽകുമാർ വിജയിച്ചു വരും എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അപ്പോൾ ഇന്നത്തെ ആദ്യ ഭാഗത്തിലെ 20 മണ്ഡലങ്ങളുടെയും കണക്കൂട്ടലാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത്രത്തോളം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തു. അടുത്ത 10 മണ്ഡലങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലാണ് ഉൾക്കൊള്ളുന്നത്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലസ് യു ഓൾ.